എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താണ് ഷെയർ മാർക്കറ്റ് അതോ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ മെയിനായിട്ട് ഞാൻ ഇന്ന് 3 പോയിൻ്റാണ് പറയാൻ പോണത്. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഷെയർ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ് ഷെയർ മാർക്കറ്റ് എന്നാൽ അതെങ്ങനെയാണ് നടക്കുന്നത്, മൂന്നാമത്തേന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ. അപ്പം നമുക്ക് ആദ്യം എന്താണ് ഷെയർ എന്ന് നമുക്ക് പറയാം. ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈസ അത്യാവശ്യമാണ്, എന്ന് വെച്ചാൽ ക്യാപിറ്റൽ. അതിനാണ് ഷെയർ എന്ന് പറയുന്നത്. ആ ഷെയറിനെയൊക്കെ നമ്മൾ ചെറുതാക്കി പബ്ലിക്കിൻ്റെ ഇടയിൽ വിൽക്കുന്നതിനാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരാളിനെ വേണമെങ്കിൽ എടുത്തോ, ഒരു മിസ്റ്റർ എക്സ്, കമ്പനീൻ്റെ പേരാണ് ABC. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ആ കമ്പനീൻ്റെ വാല്യൂ ആണ് 50 ലക്ഷം. ഈ മിസ്റ്റർ എക്സിന് കമ്പനി കുറച്ചും കൂടെ വളർത്തണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു 40 ലക്ഷത്തിൻ്റെ ആവശ്യവും കൂടി ഉണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ ഈ മിസ്റ്റർ എക്സിന് അത്രയും പൈസ ഇല്ലാത്തത് കാരണം ഈ 40 ലക്ഷം ഷെയറിനെ 10 രൂപ വെച്ച് ഫേസ് വാല്യൂ വെച്ച് ഷെയർ മാർക്കറ്റ് വിൽക്കുന്നതാണ്, ഇഷ്യൂ ചെയ്യും. അതുകൊണ്ട് പബ്ലിക്ക് ABC എന്ന് വേണമെങ്കിൽ കമ്പനിയെ പർച്ചേസ് ചെയ്യും. പബ്ലിക്ക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ മിസ്റ്റർ എക്സിന് 40 ലക്ഷം രൂപ കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ കമ്പനിയിൽ ചെറിയൊരു വീതം എന്ന് വെച്ചാൽ നമ്മളൊരു ഇതെടുക്കുവാണെങ്കിൽ പകുതി അങ്ങേർക്കും, പകുതിയല്ല, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ ഈ ഷെയർ വാങ്ങിച്ച ആൾക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. ഷെയറിന് ലാഭം കിട്ടുമോ അത് കിട്ടൂലേ, ആ കമ്പനിയെ പറ്റി എഴുതുക, അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇനി അടുത്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അതേപോലെയാണ് ഒരു കമ്പനീൻ്റെ ഓഹരി വാങ്ങിക്കണമെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് വാങ്ങിക്കുന്ന ഒരു മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ്. പണ്ട് നടന്നുകൊണ്ടിരുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് പേപ്പർ ഫോർമാറ്റിലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഇത് ഇലക്ട്രോണിക് രീതിയിലായിരിക്കുകയാണ്, ഡിജിറ്റൽ രീതിയിൽ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് വേണമെങ്കിലും ഷെയർ, വീട്ടിൽ ഇരുന്നല്ല, നമുക്ക് എവിടെ ഇരുന്ന് വേണം നമുക്ക് ഓരോ കമ്പനീൻ്റെ ഓഹരി വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും 2 പോപ്പുലറായ 2 വലിയ മാർക്കറ്റാണുള്ളത്. ഒന്ന് NSE, രണ്ടാമത്തെ BSE. NSE എന്ന് പറയുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറയുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ. അതേപോലെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്, കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സെട്ര, അതുപോലത്തെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഇതിനെപ്പറ്റി എത്ര സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടെന്ന് ഉള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ NSEയിൽ മെയിനായിട്ടുള്ളൊരിതുണ്ട്, ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി. ഇനി BSEയിൽ അതിനെ സെൻസെക്സ് എന്നും പറയും. ഇതേപോലെ ഒരു ഇതാണ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവരാണ് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും കൺട്രോൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ കാണുമല്ലോ എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതേപോലെയാണ് നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ സെബി. അതിനെ ഒരു മെയിനായിട്ടൊരു ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് അടുത്ത് പഠിക്കാം എങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് നടക്കുന്നത്. എക്സാമ്പിൾ, ഒരു കമ്പനി ആദ്യം BSEയിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അറിയാലോ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേപോലെയാണ് ബ്രോക്കിംഗ് ഏജൻറ്റ്സ്, ലൈക്ക് ഫിനാൻഷ്യൽ ഏജൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവരും ഈ ഷെയർ മാർക്കറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ചെറിയ കമ്മീഷൻസ് ഒക്കെ ഉള്ളതാണ്. ഇത് മെയിനായിട്ട് ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സ് ഈ പുതിയതായിട്ട് ബിഗിനേഴ്സിന് വരുന്നവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഏത് കമ്പനിയാണ് നല്ലത്, ഏത് കമ്പനി ഈ സമയത്ത് വാങ്ങിക്കാം, ഏത് കമ്പനി ഇപ്പോൾ വിൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അവർക്ക് ചെറുതായിട്ടൊരു ബ്രോക്കറേജ് ചാർജസ് ഒക്കെ കൊടുക്കണം. ഇവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സാണ് ഈ ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഈ ഓഹരി വിപണിയെ പറ്റി അറിഞ്ഞുകൂടാത്തത് കാരണം, നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കാരണം ഈ ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സ് നല്ല ടെക്നിക്കൽ അനാലിസിസിനെയൊക്കെ വെച്ചിട്ട് അവരുടെ
എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഇവരുടെ അടുത്താണ്. ഒരുപാട് പേർക്ക് സക്സസ് ഉണ്ടാവുന്നുമുണ്ട്, ലോസസും ഉണ്ടാവുന്നുണ്ട്. അത് ഈ സ്റ്റോർ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. എപ്പോഴും ഒരു സ്ഥലത്ത് സക്സസ് ഉണ്ടായിരിക്കണമെന്നില്ല, എപ്പോഴും ഒരാൾക്ക് ഒരു ലോസസ് ഉണ്ടാകുന്നില്ല. എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു എക്സ് അങ്ങനെ സ്റ്റോർ മാർക്കറ്റിനെ പറ്റി ഒരു നോളജും ഇല്ല, അല്ല ഫ്രഷറാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ എക്സ് ആണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ബ്രോക്കറിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയും, ഞാൻ ഇന്ന് ഏത് ഷെയറാണ് വാങ്ങിക്കണം, ഇന്ന് ഏതിലോട്ട് വാങ്ങിച്ചാൽ ഏതിലോട്ട് പോവും എന്ന് ചോദിക്കും. അപ്പോൾ ഇതേപോലൊരു ഫിനാൻഷ്യൽ ബ്രോക്കറിൻ്റെ കയ്യിൽ ഒരു വിൽക്കുന്ന ഒരാളും ഉണ്ടായിരിക്കും. ആ ഫിനാൻഷ്യൽ ബ്രോക്കർ അങ്ങേരുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഓഹരി ഇപ്പോൾ ലാഭത്തിനാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം എന്ന് പറയുവാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ബ്രോക്കർ തന്നെ ഡയറക്റ്റായിട്ട് ഇത് വിറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇതൊരു ബിഗിന്നറിനാണ്. എന്നാൽ ഒരു മിസ്റ്റർ ബിക്ക് നല്ല വൃത്തി അറിയാവുന്ന ഒരാളാണെങ്കിൽ ഈ ബ്രോക്കർ വഴി പോകില്ല, ഡയറക്റ്റായിട്ട് നേരെ BSEയിലോട്ട് തന്നെ സെൽ ഓർഡർ നമ്മുടെ ആപ്പ് വഴി സെൽ ഓർഡർ കൊടുക്കുന്നതായിരിക്കും. അത് ഡയറക്റ്റായിട്ട് ആ മിസ്റ്റർ എക്സ് തന്നെ അത് വാങ്ങിക്കുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫിനാൻഷ്യൽ ബ്രോക്കറാണ്, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രം. അങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് നടക്കുന്നത്. അടുത്ത പറയാൻ പോണ്, ഷെയർ മാർക്കറ്റിലെ ഓഹരി ഷെയർ വാങ്ങിക്കുന്ന ആൾ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. നമുക്കൊരു ചെറിയ എമൗണ്ട് വേണമെങ്കിലും ഷെയർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം. 500 രൂപ മുതൽ നമുക്കൊരു 1000 രൂപ മുതൽ വരെ നമുക്ക് ഓരോ കമ്പനീൻ്റെ ഷെയർ വാങ്ങിക്കാം. ഓരോ കമ്പനിക്ക് ഓരോ ഷെയർ വാല്യൂ ആണ്. അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ 500 രൂപയാണ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് 1 രൂപ തൊട്ട് ഷെയർ ഉണ്ട്, 1 രൂപ 15 പൈസ തൊട്ട് ഓരോ ഷെയറുകളുണ്ട്. അതേപോലെ 400 രൂപ 500 രൂപ 35,000 രൂപ വരെ ഉള്ള ഷെയറുകളുണ്ട്. അത് നമ്മുടെ പൈസ അനുസരിച്ച് നല്ല കമ്പനി നല്ല ഫണ്ടമെൻ്റലൊക്കെ നോക്കി നമ്മുടെ ഇതിനു വേണ്ടി വാങ്ങിക്കേണ്ടതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു ABC കമ്പനി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ. ആ കമ്പനീൻ്റെ ഫേസ് വാല്യൂ ആണ് 10 രൂപ. ആ കമ്പനി 4 ലക്ഷം ഷെയർ ഫേസ് വാല്യൂ 10 രൂപയ്ക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ വിറ്റിരിക്കുകയാണ്. ഇപ്പം മിസ്റ്റർ ബി 1000 ഷെയർ 10 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ ആ കമ്പനി നല്ല പെർഫോമൻസ് ഒക്കെ കാണിച്ച് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി. കമ്പനി എന്ന് പറഞ്ഞാൽ ABC കമ്പനി. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ബിക്ക് ആ കമ്പനീൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടും. എന്ന് വെച്ചാൽ 10 രൂപേൻ്റെ ഷെയർ 11 രൂപയാവും ഒരു ഷെയറിൻ്റെ വില. അപ്പോൾ 1 രൂപ എല്ലാ ഷെയറിനും കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതങ്ങേരുടെ ഒരു പ്രോഫിറ്റാണ്, എന്ന് വെച്ചാൽ മിസ്റ്റർ ബീൻ്റെ ഒരു പ്രോഫിറ്റാണ്. അപ്പോൾ ആ ബീൻ്റെ പ്രോഫിറ്റ് വേണമെങ്കിൽ അടുത്ത ഒരു ഷെയറിന് എനിക്ക് ഇത്രയും ലാഭം മതി എന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്ത മാർക്കറ്റിൽ അത് സെൽ ഓർഡർ ഇട്ട് നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. അപ്പോൾ എത്ര രൂപ ലാഭം ഉണ്ടാക്കി, ഓരോ ഷെയറിന് ഓരോ രൂപ വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇത് വെറും എക്സാമ്പിളാണ്. വെച്ചാൽ ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചു, വലിയ വിലയ്ക്ക് വിറ്റു. അതാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഷോർട്ട് ടേം, ലോങ് ടേം, അൾട്രാ ഷോർട്ട് ടേം, ഇൻട്രാഡേ. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ വാങ്ങിച്ച് ഇന്ന് തന്നെ വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ലോങ് ടേം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നൊരു ഷെയർ വാങ്ങിച്ച് 1 വർഷം 2 വർഷമൊക്കെ ആ ഷെയർ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തു എന്നിട്ട് വിൽക്കുന്നതിനാണ് ലോങ് ടേം എന്ന് പറയുന്നത്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഒരു 6 മാസത്തിനകത്തൊരു ഷെയർ വാങ്ങിച്ചിട്ട് വിൽക്കുന്നതിനാണ് ഷോർട്ട് ടേം. അത് നമ്മുടെ പ്രോഫിറ്റ് അനുസരിച്ചിരിക്കും. എങ്ങനെ 6 മാസത്തിൻ്റെ ഇടയിൽ, ചിലപ്പോൾ 1 മാസത്തിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് നമ്മളൊരു ഉദ്ദേശിച്ച പ്രോഫിറ്റ് എത്തുകയാണെങ്കിൽ നമുക്കതിനെ വിൽക്കാം. അതിന് ഷോർട്ട് ടേം എന്ന് പറയും. നമ്മൾ ഇതിനെല്ലാം ഒരു വേർഡ് ഇട്ട് വിളിക്കുന്നതേ ഉള്ളൂ. പിന്നെ അൾട്രാ ഷോർട്ട് ടൈം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങിച്ചു, ചിലപ്പോൾ അത് 2 ആഴ്ചക്കുള്ളിൽ അത് നമ്മുടെ പ്രോഫിറ്റിനനുസരിച്ച് അതിന് അൾട്രാ ഷോർട്ട് ടൈം എന്ന് പറയും. ഇത് ജസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന ഒരു വേർഡ്സാണ്. പിന്നെ ഇൻട്രാഡേ, അതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ പേര് മാർക്കറ്റിൽ ഡെയിലി നടക്കുന്നവരാണ് ഇൻട്രാഡേ. ഇന്ന് തന്നെ വാങ്ങിച്ചു, ഇന്ന് രാവിലെ 9:13 വാങ്ങിച്ചു, അത് 3:15 വിൽക്കണം ആ ഷെയർ.
എന്നാണ് ഇൻട്രാഡേൻ്റെ ഒരു റൂള്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രാഡേയിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലാഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട പൈസ മുഴുവൻ കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടിയ പൈസ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ പോവുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാറില്ല. എനിക്ക് ലോങ് ടേമിലോട്ടാണ് ഇഷ്ടം. ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം, ഇതിലോട്ടാണ് എനിക്ക്. ഇൻട്രാഡേ ഞാൻ ആരും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇൻട്രാഡേ കളിച്ച് കാശുണ്ടാക്കുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ ഒരുപാട് അറിവുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രാഡേ മാർക്കറ്റിൽ കളിക്കാൻ പോവുള്ളൂ. അടുത്തത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെയൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു സേവിങ് ബാങ്ക് അക്കൗണ്ടാണ് വേണ്ടത്. ആ സേവിങ് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഷെയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സേവായി ഇരിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലാണ്. നമ്മൾ എന്തൊക്കെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്, എന്തൊക്കെയൊക്കെ ഷെയറാണ് നമ്മൾ വിൽക്കുന്നത്, എല്ലാം അതിൻ്റെ ഒരു സെർവർ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്ന പോലെ ഒരു ഫയൽ പോലത്തെ ഡേറ്റയാണ് ഡിമാറ്റ് അക്കൗണ്ട്. നമുക്കൊരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നമുക്കതിലുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് നോക്കാവുന്നതാണ്, അത് എപ്പോഴായാലും. കൂടെ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ ബാങ്കുകാരും 3+ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് ഏത് ബാങ്കിൽ ചെന്ന് ചോദിച്ചാലും നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ കഷ്ടപ്പാടോ അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു V-Guard കമ്പനി വാങ്ങിച്ചു. രാവിലെ നമ്മളൊരു 10 രൂപയ്ക്ക്, ഒരു എക്സാമ്പിളാണ് പറയുന്നത്, 10 രൂപയ്ക്ക് വാങ്ങിച്ചു. ആ 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അത് ഒരു 11 രൂപയ്ക്ക് വിറ്റു. അപ്പം അത് നമ്മൾ കാണിക്കുന്നത് രാവിലത്തെ നമ്മൾ ട്രേഡിങ് നടക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. മറ്റു പോലത്തെ വേറൊരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അതിലാണ് ഈ ബയ്യിങ്, സെല്ലിങ്, ലോസസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നേരെ സേവിങ് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്നുമല്ല മെയിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നോളജ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യമായാലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഇല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്ത് വന്നാലും അതിൽ മുട്ടം ഫ്ലോപ്പായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ലാഭങ്ങളും ഉണ്ടാവും, നഷ്ടവും ഉണ്ടാവും. പിന്നെ എല്ലാവരും ഇതൊരു ലോട്ടറി എടുപ്പാണെന്ന് പറഞ്ഞിട്ട് ഷെയർ മാർക്കറ്റിലോട്ട് വരരുത്. ഇതൊരു ലക്കെടുപ്പോ അതുപോലത്തെ ഒരു സെറ്റപ്പോ ഒന്നുമല്ല. ഒരു കമ്പനിയെ പറ്റി നല്ല വൃത്തി സ്റ്റഡി ചെയ്ത് അതിൻ്റെ ടെക്നിക്കലും ഫണ്ടമെൻ്റലും അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നല്ല ഇത് എല്ലാം ചെയ്ത് വേണം സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുപോലത്തെ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആ ബെല്ലൈക്കണിലും കൂടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് എൻ്റെ അറിവിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. എത്രമാത്രം സക്സസ് ആണോ, എത്രമാത്രം കറക്റ്റ് ആണോ എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുവാണ്. അതാണ് ഞാൻ ഈ വീഡിയോ തമ്മിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് മുഴുവനും കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ.